Good morning, all. Good morning, ma'am. Audible or not? Can you hear me? Yes. Okay. Yeah. Okay. Nisha, health okay ആയോ എന്നാ ഞാൻ ചോദിച്ചേ. ഇങ്ങനെ ഓഡിബിൾ അല്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. കാരണം ഉണ്ടാക്കപ്പോ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ കുറെ അതൊക്കെ ചോദിച്ചു. ഓക്കെ. സോ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ. എക്സ്പ്രഷൻ എഴുതിക്കോളൂ. നമ്മുടെ ഇന്നലെ ഡു ഡസ് ഇറ്റ് പ്ലസ് സബ്ജക്ട് പ്ലസ് P1 ആണ് എഴുതിയത്. അതെ അല്ലേ? ലാസ്റ്റ് വൺ അതായിരുന്നില്ലേ എക്സ്പ്രഷൻ? ആണോ? അതെ അതെ. യെസ്. നെക്സ്റ്റ് എഴുതാ may have plus V3. may have plus V3. may have plus V3 എന്ന് പറയുമ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മേക്കുള്ള ഷോജി എത്ര എടുത്തോളം ഉണ്ടെന്ന് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പൊ may have എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു മീനിങ്ങിലാണ് വരുന്നത്. ഓക്കെ. അപ്പോ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് may have പ്ലസ് P3 ആണ്. subject plus may have plus P3. Yeah. Okay. So let's answer that. I may have seen her. ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകാം. I may have seen her. ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകാം.
She may have come here. She may have come here. അവൾ ഇവിടെ വന്നിട്ടുണ്ടാകാം. She may have come here. ഇപ്പോ they may have practiced. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകാം. They may have practiced. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സംഭവിച്ചിട്ടുണ്ടാകാം, ഷുവർറ്റി കുറച്ച് കുറവാണ് അല്ലെ. അപ്പൊ may have നമ്മൾ പറഞ്ഞു. എല്ലാവരും എഴുതി കഴിഞ്ഞോ? Is it finished? Yes. Okay, അപ്പൊ may have ഓക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് might have. മീനേക്കാളും കുറച്ചൊരു ചാൻസ് കുറവാണ് might അല്ലെ. So might have. Might have plus V3. സെയിം സ്ട്രക്ചർ തന്നെയാണ്. might have plus V3. സ്ട്രക്ചറും സെയിം ആണ്. സബ്ജക്ട് പ്ലസ് might have plus V3 ആണ് വരാ. സബ്ജക്ട് പ്ലസ് might have plus V3. ഇത് സെയിം മീനിങ് സെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഷുവർറ്റിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, സംഭവിച്ചിട്ടുണ്ടാകാം, ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരു മീനിങ്ങിലാണ് ഇത് വരാൻ. സെയിം എക്സാമ്പിൾ നമുക്ക് എഴുതാം. may have മാറ്റിയിട്ട് might have നോക്കാം. I might have seen her. She might have come here. They might have practiced. Same meaning തന്നെയാണ്. ഷുവർറ്റിക്ക് ചേഞ്ച് വരുന്നു എന്ന് മാത്രം. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലായത്? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ might have കഴിഞ്ഞു. ഇനി must have എഴുതും. must have plus V3. സ്ട്രക്ചർ സെയിം ആണ്. might have നോടെ must have ആഡ് ചെയ്യാം. സബ്ജക്ട് പ്ലസ് must have പ്ലസ് V3. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. മസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ഷോർട്ട് കൂടുതലാണല്ലോ. സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. എക്സാമ്പിളും സെയിം തന്നെ എഴുതാം. I must have seen her. ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകണം. She must have come here. അവൾ ഇവിടെ വന്നിട്ടുണ്ടാകണം. They must have practiced. അവരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകണം. ആ ഒരു മീനിങ്ങിലാണ് നമുക്ക് must have നമ്മൾ യൂസ് ചെയ്യാം. Okay. Yeah. Next, should have plus V3. Should have plus V3. അതും സെയിം ആണ്. അറിയാലോ, ഷുഡ് മസ്റ്റ്. ഷുഡ് എന്ന് പറയുന്ന ഒരു അഡ്വൈസ് ആയിട്ടോ നീ അങ്ങനെ ചെയ്യണം, അവിടെ പോകണം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഷുഡും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ യു ഷുഡ് ഹാവ് ഗോൺ ദേർ. നീ അവിടെ എന്തായാലും പോകണം അല്ലെ. യു ഷുഡ് ഹാവ് ഗോൺ ദേർ. നീ അവിടെ പോകണം. യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹർ. നീ അവിടെ ഇൻവൈറ്റ് ചെയ്യണം. They should have taken more care. അവരെ കുറച്ചുകൂടെ കൂടുതൽ കെയർ ചെയ്യണം. Okay. You should have gone there. You should have invited her. They should have taken more care. They should have taken more care. അപ്പൊ ഈ രീതിയിലാണ് ഈ 4 എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യാം. Okay. ഇവിടെ ഷുഡിനെക്കാളും കുറച്ചുകൂടി നമ്മൾ പറയില്ല. യു ഷുഡ് ഗോ ദേർ എന്ന് പറയുമ്പോ ഇവിടെ പോകണം. മസ്റ്റ് ആണെങ്കിലും മസ്റ്റ് ഗോ ദേർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പോസ് ചെയ്തിട്ടാ പറയാം അല്ലെ. അപ്പൊ ഷുഡും മസ്റ്റ് തമ്മിൽ വ്യത്യാസം എന്താണ്? പിന്നെ മൈറ്റിനേക്കാളും കുറച്ചുകൂടി ഷുവർറ്റിക്കുള്ളിൽ മേക്ക് ആണ്. ഇത് എല്ലാരും ചോദിച്ചാലും മിസ്റ്റേക്ക് ഇല്ല. ഏതിൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ യൂസ് ചെയ്താലും മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിലെ നിങ്ങൾ എന്താണോ നേരിട്ടത് അതിന്റെ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കണം ഏത് എക്സ്പ്രഷൻ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഉറപ്പായിട്ടും വരും, അല്ലെങ്കിൽ ചിലപ്പോ വരുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഏകദേശം എത്രത്തോളം ഉറപ്പുണ്ടെന്ന്. അപ്പൊ ആ രീതിയിൽ വേണം, അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഏത് എക്സ്പ്രഷൻ അവിടെ ആഡ് ചെയ്യണം എന്ന് കറക്റ്റ് ആയിട്ട് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഇവിടെ ഷുഡാണോ മസ്റ്റാണോ മെയ്യാണോ മൈറ്റാണോ എന്നറിയാം.
ഓക്കെ, അപ്പൊ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ 4 എക്സ്പ്രഷനും ക്ലിയർ ആണല്ലോ? എക്സാമ്പിള് സെയിം എക്സാമ്പിൾ തന്നെയാണോ? ലാസ്റ്റ്, they should have taken more care. They should have taken more care. They should have taken more care. Okay. എഴുതിയോ നിഷ? Yes. Okay. അടുത്തൊരു എക്സ്പ്രഷൻ എഴുതാം. Question word plus do or does plus subject plus to plus V1. Question word plus do or does plus subject plus have to plus V1. Okay, clear? Yeah. ഇത് സാഹചര്യങ്ങളുടെ സിറ്റുവേഷന്റെ സമ്മർദ്ദത്താല് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് എന്തും ആകാം. ക്വസ്റ്റ്യൻ വേർഡ് മാറുന്നതനുസരിച്ചിട്ട് ആ എന്താണ് എന്നുള്ളത് മാറും. ഓക്കെ, എങ്ങനെയാണെന്ന് ചോദിക്കാം, എപ്പോഴാണെന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻ വേർഡ് എന്ത് ആയിക്കോട്ടെ, ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലേ നമുക്ക്. വാട്ട്, ഹൗ, വെയർ, വെൻ, വൈ, which ഇതെല്ലാം ചോദിക്കാം. അത് ആ സാഹചര്യങ്ങൾ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് വേണം ഏത് ക്വസ്റ്റ്യൻ വേർഡ് വേണമെന്ന് ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഡസ് യൂസ് ചെയ്യാം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡു യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഡു യു ഹാവ് ടു സ്റ്റഡി? വാട്ട് ഡു യു ഹാവ് ടു സ്റ്റഡി? ഞാൻ എന്താണ് പഠിക്കേണ്ടത്? വാട്ട് ഡു യു ഹാവ് ടു സ്റ്റഡി? ഞാനല്ല, നീ എന്താണ് പഠിക്കേണ്ടത്? What do you have to study? How do you have to arrange it? എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്, ചെയ്യേണ്ടത് ആ ഒരു രീതിയിലാണ്. How do you have to arrange it? How do you have to arrange it? How do you have to arrange it? When do we have to go? 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 Yeah. എപ്പോഴാണ് നമ്മൾ പോകേണ്ടത്? ആ ഒരു രീതിയിലാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ വെച്ചിട്ട് എക്സാമ്പിൾസ് മേക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ വേർഡ് മാറും കേട്ടോ. സിറ്റുവേഷൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വേർഡ് വ്യത്യാസം വരും. ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ല. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം ഡു ആണോ ഡസ് ആണോ എന്ന് നോക്കാൻ. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Would or do you mind plus verb ing. Would or do you mind plus verb ing. നമുക്കിവിടെ would you mind എന്ന് ചോദിക്കാം, do you mind എന്ന് ചോദിക്കാം. രണ്ടും ചോദിച്ചുകൊണ്ട് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് would അല്ലെങ്കിൽ would you mind അല്ലെങ്കിൽ do you mind എന്ന് പറഞ്ഞത്. ഓക്കെ, രണ്ടും ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല. അപ്പൊ എക്സാം മീനിങ് വരുന്നത് അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് തന്നെയാണ്. ഓക്കെ, would you mind അങ്ങനെ ചെയ്യുന്നതില്. മറ്റേത് നമ്മൾ ആദ്യം പഠിച്ചത് ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നാണെങ്കിൽ would you mind if I എന്ന് പറയാം. അതിൽ ഓൾറെഡി നമ്മൾ ഞാൻ എന്നുള്ളതുണ്ട്. ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ? would you mind എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? മറ്റേത് ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നാണ്. ഇവിടെ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടോ, അത് ആരെങ്കിലും. ഓക്കെ,
Yeah, for example, would you mind staying with me? Would you mind staying with me? എന്റെ കൂടെ സ്റ്റേ ചെയ്യുന്നതിന് വിരോധമുണ്ടോ? നിനക്ക് വിരോധമുണ്ടോ? എന്റെ കൂടെ സ്റ്റേ ചെയ്യുന്നതിന് നിനക്ക് വിരോധമുണ്ടോ? Would you mind staying with me? Would you mind staying with me? Would you mind playing football? Would you mind playing football? Would you mind waiting outside? Would you mind waiting outside? Would you mind staying with me? Would you mind playing football? Would you mind waiting outside? Okay. അങ്ങനെ 3 examples ആണ്. എഴുതിയോ? Yes. ഇനി അടുത്ത് എഴുതാം. Do you have the habit of plus verb ing? Do you have the habit of plus verb ing? അങ്ങനെ ഒരു ശീലം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരു ശീലം ഉണ്ടോ? Do you have the habit of plus verb ing? Do you have the habit of verb ing? Do you have the habit of plus verb ing? ഇപ്പോ മീനിങ് അങ്ങനെ ഒരു ശീലം ഉണ്ടോ? ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്? നിനക്ക് സ്മോക്കിംഗ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടോ എന്നാണ്. ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്? അല്ലെങ്കിൽ ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ്? ഇനി ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി? നിനക്ക് നേരത്തെ എണീക്കുന്ന ശീലം ഉണ്ടോ? ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി അല്ലെങ്കിൽ വേക്കിംഗ് അപ്പ് ഏർലി എന്ന് ചോദിക്കാം. Do you have the habit of getting up early? Do you have the habit of drinking? Do you have the habit of smoking? Then do you have the habit of drinking coffee every day? Do you have the habit of drinking coffee every day? Then do you have the habit of doing exercise? Do you have the habit of doing exercise? അവിടെ verb എപ്പോഴും ing ആയിരിക്കണം. അത് ഗെറ്റിംഗ് ആണെങ്കിലും ഡ്രിങ്കിങ് ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും ഡ്രിങ്കിങ് ഡൂയിങ് ഇതെല്ലാവരും ing ആയിരിക്കും. Do you have the habit of doing exercise every day in early morning? Okay, so ആ രീതിയിലാണ് എക്സ്പ്രഷൻ വരാ. നെക്സ്റ്റ് അടുത്ത എക്സ്പ്രഷൻ ഓക്സിലറി പ്ലസ് സബ്ജക്ട് പ്ലസ് ഇൻട്രസ്റ്റഡ് ഇൻ. ഓക്സിലറി പ്ലസ് സബ്ജക്ട് പ്ലസ് ഇൻട്രസ്റ്റഡ് ഇൻ. ഇവിടെ വരുന്ന ഓക്സിലറീസ് ഈസാമാർ ആണ്, അങ്ങനെ പ്രസന്റ് ആണ് ചോദിക്കാം. അപ്പൊ ഈസാമാർ പ്ലസ് സബ്ജക്ട് പ്ലസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്വസ്റ്റ്യൻ ആണ്. താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. Is-amar plus subject plus interested in. Is-amar plus subject plus interested in. താല്പര്യമുണ്ടോ? Interested in. Are you interested in music? Are you interested in music? Is he interested in it? Is he interested in dancing? Is he interested in dancing? Are you interested in acting? Are you interested in acting? Okay. Are you interested in music? Is he interested in dancing? Are you interested in acting?
ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഷുഡിന് നെഗറ്റീവ് പറയാട്ടോ. ഞാൻ വിട്ടുപോയി, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കും. ഷുഡിന് നെഗറ്റീവ് ഷുഡിന്റെ ഹാവ് തന്നെയാണ്. സബ്ജക്ട് പ്ലസ് ഷുഡിന്റെ ഹാവ് പ്ലസ് V3. സെയിം സബ്ജക്ട് വെച്ചിട്ട് തന്നെ നെഗറ്റീവ് ആയിട്ട് എഴുതാം. നീ അവിടെ പോകേണ്ടതില്ല, പോകേണ്ടിയിരുന്നില്ല, ചെയ്യേണ്ടിയിരുന്നില്ല, ഒരു മീനിങ് ആവാല. ഓക്കെ, നെഗറ്റീവ് എല്ലാവരുടെയും നെഗറ്റീവ് നിങ്ങൾ അത് എഴുതി വെക്കണം കേട്ടോ. അടുത്തത് seem to have. Seem to have plus V3. Seem to have plus V3. Seem to have plus V3. ഇതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു മീനിങ് തന്നെയാണ്. Subject plus seem to have plus V3. Subject plus seem to have plus V3. They seem to have seen us. അവര് ഞങ്ങളെ കണ്ടിട്ടുണ്ടാകാം. They seem to have seen us. They seem to have seen us. അവർ ഞങ്ങളെ കണ്ടിട്ടുണ്ടാകാം. They seem to have understood everything. They seem to have understood everything. ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സീംസും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ സീമും ആണ്. അത് മറക്കരുത് കേട്ടോ. They seem to have understood everything. They seem to have understood everything. Next, he seems to have gone there. He seems to have gone there. He seems to have gone there. Okay. Yeah. Next, another expression is should plus subject plus V1. Should plus subject plus V1. Should plus subject plus V1. ഒരു കടമയെ കുറിച്ച് ചോദിക്കുന്നതാണ്. കടമ മീൻസ് ഒരു കാര്യം ചോദിക്കുന്നതാണ്. കടമ എന്ന് പറയുന്നത് നിങ്ങൾ വേറെ എന്തൊക്കെ ചോദിക്കും. നമ്മളിപ്പോ should I come tomorrow? നാളെ വരട്ടെ, നാളെ വരണോ, ഞാൻ നാളെ വരണോ. ഒരു കടമയല്ല, വരണോ എന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, എക്സാമ്പിൾ എഴുതിയിട്ട് അതിന് മലയാളം എഴുതിയാലും മതി. അത് കടമയെ കുറിച്ച് ചോദിക്കാന്ന് പറയുമ്പോ എന്തും ചോദിക്കാറോ, കടമ മാത്രമല്ല. ഇപ്പൊ ഷുഡ് ബി ഇൻഫോം ദം, ഞാൻ അവരെ ഇൻഫോം ചെയ്യണോ. ഷുഡ് ദേ അറേഞ്ച് ഇറ്റ്, ഞങ്ങളത് അവരത് അറേഞ്ച് ചെയ്യണോ. ആ ഒരു രീതിയിലാണ് ഇത് മീനിങ് വരാം. അപ്പൊ നിങ്ങൾ സെന്റൻസിനെ എഴുതിയിട്ട് അതിന്റെ മലയാളം മീനിങ് എഴുതാണ് ബെറ്റർ. അപ്പൊ ഷുഡ് ഐ കം ടുമാറോ, ഞാൻ നാളെ വരണോ. ഷുഡ് ഐ കം ടുമാറോ. Should be inform them. Should be inform them. Should they arrange it? Should they arrange it? Should they arrange it? Okay. Yeah. Should I tell more examples? Or should I give more examples? എന്ന് ചോദിച്ചാൽ എന്താ, കുറച്ചുകൂടെ എക്സാമ്പിൾസ് തരണോ അല്ലെ. Should I give more examples? അപ്പൊ ഇങ്ങനെ മാറി നമുക്ക് ചോദിക്കാം. അടുത്ത എഴുതാം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടോ? എനിക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? എഴുതുന്നുണ്ട്.
ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടോ? കൂടുന്നുണ്ട്. ഓക്കെ, യാ. ഇപ്പൊ എവിടെ വരെ എഴുതിയെന്ന് പറയോ? ഫുൾ എഴുതി കഴിഞ്ഞോ? പറയൂ, ഫുൾ എഴുതി കഴിഞ്ഞോ? അതിൽ വിട്ടുപോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഷുഡ് ആണോ? ഷുഡ് ഐ കം ടുമാറോ? അതാണോ? യെസ്, യാ. എഴുതിക്കോളൂ. ഷുഡ് ഐ കം ടുമാറോ? ഷുഡ് ഐ കം ടുമാറോ? അങ്ങനെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഷുഡ് ഐ കം ടുമാറോ? Should we inform them? Should we inform them? Should we inform them? Should they arrange it? Should they arrange it? Should they arrange it? Okay, that's all. Okay. Okay, examples എഴുതിയല്ലോ. ഷുഡ് വെച്ചിട്ട് എഴുതി. അടുത്ത ഏതാ? Get plus V3. Get plus V3. Get plus V3. അതായത് എനിക്കിപ്പോ മറ്റുള്ളവരാൽ ചെയ്ത് കിട്ടണം എന്നൊരു മീനിങ് ആണ്. അതായത് ഇപ്പോ ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ്. എനിക്ക് എന്താണ് അത് മറ്റുള്ളവരാൽ ചെയ്ത് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലെ. എനിക്ക് എന്റെ കാർ റിപ്പയർ ചെയ്ത് കിട്ടണം എന്നാണ്. അപ്പൊ ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ്. അപ്പൊ അത് മീനിങ് വരുന്നതാണ് മറ്റുള്ളവരാൽ ചെയ്ത് കിട്ടണം എന്ന രീതിയിലുള്ള മീനിങ് വരാം. ഓക്കെ, അവിടെ സ്ട്രക്ചർ വരുന്നത് ഇപ്പോ സ്ട്രക്ചർ കറക്റ്റായിട്ട് എങ്ങനെയാ പറയാം? പ്രത്യേകിച്ച് സ്ട്രക്ചർ പറയാനില്ല. കാരണം ഫസ്റ്റ് സബ്ജക്ട് വരുന്നു, അതിനുശേഷം വരുന്നത് ഇപ്പൊ ഐ വാണ്ട് ടു, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് വേണം, ആ ഒരു മീനിങ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് സം പേപ്പേഴ്സ് സൈൻഡ്. വി ഹാവ് ടു ഗെറ്റ് സം പേപ്പേഴ്സ് സൈൻഡ്. എനിക്ക് കുറച്ചുകൂടെ പേപ്പർ സൈൻ ചെയ്ത് കിട്ടണം. മനസ്സിലായോ? അപ്പൊ കറക്റ്റ് സ്ട്രക്ചർ പറയാൻ പറ്റില്ല, കാരണം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് മറ്റുള്ളവരാൾ ചെയ്ത് കിട്ടുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നത് ഗെറ്റ് വെച്ചിട്ടാണ്. ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ്. We have to get some papers signed. My sister has to get her eyes tested. അവളുടെ കണ്ണ് eyes ടെസ്റ്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ എഴുതൂ. ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ്. ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ്. I want to get my car repaired. We have to get some papers signed. We have to get some papers signed. Sign ചെയ്ത പേപ്പേഴ്സ് ആണ്. ഇവിടെ V3 ആണ് വരാട്ടോ. ഗെറ്റിന് ശേഷം വരുന്നത് V3 ആണ്. അത് നിങ്ങൾ എഴുതി വെക്കുക. ഗെറ്റിന് ശേഷം വരുന്നത് V3, വെർബ് V3 ആയിരിക്കും. അപ്പൊ we have to get some papers signed.
We have to get some papers signed. Next one, my sister has to get her eyes tested. My sister has to get her eyes tested. Okay, ഇപ്പം ഈ 3 എക്സാമ്പിൾ ആണ്. കറക്റ്റ് എഴുതിയോ? ഫോളോ ചെയ്താൽ ഫോളോ ചെയ്ത് എഴുതാൻ പറ്റിയോ? യെസ്, കഴിഞ്ഞു. നെക്സ്റ്റ്, shall plus I or B plus B1. Shall plus I or B plus B1. Okay. ഇവിടെ നമ്മള് ഷാൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐക്കും വിക്കും കൂടെയാണ്. കാരണം അത് മലയാളം പറയുകയാണെങ്കിൽ ഞാൻ വരും, ഞങ്ങൾ വരും എന്ന് പറയും. ഞാൻ വരാം, ഞങ്ങൾ വരാം എന്നേ പറയൂ. അല്ലാണ്ട് അവൻ വരാം എന്ന് പറയില്ല, അല്ലെ? അവൻ വരാം, അവൾ വരാം എന്ന് പറയില്ല. അപ്പൊ ഞാൻ വരും എന്നാണെങ്കിൽ ഐ വിൽ, അവൻ വരും എന്നാണെങ്കിൽ ഹി വിൽ, അല്ലെ? ഞാൻ വരാം, എടാ നീ എന്റെ ഒപ്പം വരുമോ എന്ന് വെച്ചാൽ ആടാ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരും എന്ന് പറയും. അപ്പൊ രണ്ടും നമ്മൾ ഞാനും വെച്ച് പറയുമല്ലേ, ഞാൻ വരാമെന്ന് പറയും, ഞാൻ വരും എന്ന് പറയും. ഒരിക്കലും അവൻ വരാമെന്ന് പറയില്ല, അവൻ വരുമെന്ന് പറയും, അല്ലെ? അപ്പോ ഞാൻ വരാമെന്നാണെങ്കിൽ ഐഷാലാണ്, ഐഷാൽ. ഞങ്ങൾ വരാം, എടാ നിങ്ങൾ വരുമോ? അവിടെ ഞങ്ങൾ വരും, അല്ലെങ്കിൽ ഞങ്ങൾ വരാം. അപ്പൊ ഐക്കും വിക്കും ആണ് നമ്മൾ മെയിൻലി നമ്മൾ ഷാൽ യൂസ് ചെയ്യാം. ഐഷാൽ എന്ന് പറഞ്ഞാൽ ഞാൻ വരാം, വി ഷാൽ ആണെങ്കിലോ ഞങ്ങൾ വരാം. ഇപ്പൊ ഷാല് നമ്മള് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഐക്കും വിക്കും ആ രണ്ട് സബ്ജക്റ്റിന് മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സ്ട്രക്ചർ ഷാൽ പ്ലസ് ഐ ഓർ ബി പ്ലസ് വി1 ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക, ഒരു അനുവാദം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ഷാല് ടെസ്റ്റ് നമുക്ക് സെന്റൻസ് വരാം. ഇവിടെ ഷാൽ ഐ ഹെൽപ് യു, ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ. ഷാൽ ഐ ഹെൽപ് യു, ഷാൽ ഐ ക്യാരി യുവർ ബാഗ്, ഷാൽ ഐ ക്യാരി യുവർ ബാഗ്, shall I carry your bag? Shall we sit here for a while? Shall we sit here for a while? Shall we sit here for a while? Shall I carry your bag? Shall I help you? Okay. Shall I carry your bag? Shall we sit here for a while? അപ്പോ നമ്മള് വേറെ സബ്ജക്റ്റിന് കൂടെ ഒന്നും ഷാൽ യൂസ് ചെയ്യില്ല, മോസ്റ്റ്ലി അങ്ങനെയാണ്. ഓക്കെ, ഷാൽ ബി ഷാൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ, അല്ലാതെ ഷാൽ ഹി എന്നൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. ഐക്കും വിക്കും ആണ് ഷാൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഐ വില്ലും ഷാലും നമ്മുടെ ഡിഫറൻസ് മനസ്സിലായാലോ. എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് വില്ല് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഷാൽ എന്ന് പറയുന്നത് ഐക്കും വിക്കും വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? കാൻറ്റ് ഹാവ് പ്ലസ് V3. കാൻറ്റ്, കനോട്ടിന്റെ ഷോർട്ട് ആണ് കാൻറ്റ്. ക്യാനിന്റെ നെഗറ്റീവ്. കാൻറ്റ് ഹാവ് പ്ലസ് V3. Can't have plus V3. അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ആ ഒരു മീനിങ് ആണ്. ഇങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഓക്കെ, അതായത് സ്ട്രക്ചർ എഴുതാം. സബ്ജക്ട് പ്ലസ് can't have plus V3. സബ്ജക്ട് പ്ലസ് can't have plus V3 ആണ്. She can have done it. She can have done it. അവള് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ക്യാൻറ്റ് എന്ന് പറയാൻ എന്താ? കഴിയില്ല. കഴിയും എന്നതിന്റെ നെഗറ്റീവാണ് ക്യാൻറ്റ്, കഴിയില്ല. അപ്പൊ അവള് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല, അല്ലെ? ചെയ്തിട്ടുണ്ടാക്കാൻ കഴിയില്ലെന്നോ ആ ഒരു മീനിങ് പറയാം. ചെയ്തിട്ടുണ്ടാക്കാൻ കഴിയില്ല. They can't have resigned. അവര് റിസൈൻ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്തായാലും പറയാം, കുഴപ്പമൊന്നുമില്ല. They can't have resigned. Resign ചെയ്യാൻ കഴിയില്ല. They can't have started the function. അവർ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. ആ ഒരു മീനിങ് ആണ്.
But she can't have done it. She can't have done it. They can't have resigned. They can't have resigned. They can't have started the function. They can't have started the function. They can't have started the function. Okay, she can't have done it. They can't have resigned. They can't have started the function. Okay. Yes. Next, needn't. Needn't have plus V3. Subject plus needn't have plus V3. Subject plus needn't have plus V3. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. Okay. You needn't have paid the money. ഇതൊക്കെ മണി പൈസ മണി പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. You needn't have paid the money. You needn't have paid the money. You needn't have paid the money. She needn't have checked everything. She needn't have checked everything. She needn't have checked everything. അവർക്ക് എല്ലാം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. Everybody needn't have gone there. Everybody needn't have gone there. Everybody needn't have gone there. എല്ലാവരും അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. Everybody needn't have gone there. Okay. Yeah. Next, could have. Could subject plus could have plus V3. Subject plus could have plus V3. Subject plus could have plus V3. അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. ആ ഒരു മീനിങ് ആണ്. അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. പാസ്റ്റ് ആണ്. കുഡ് കാനിന്റെ പാസ്റ്റ് ആണ്. അപ്പൊ ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ആണ്. ഇത് കഴിയുമായിരുന്നു എന്നാണെങ്കിൽ ഐ കുഡ് ആണ്. ഓക്കെ. അപ്പോ ഇവിടെ എക്സാമ്പിൾ തരാം. ഐ കുഡ് ഹാവ് ഗോൺ അബ്രോഡ്. ഐ കുഡ് ഹാവ് ഗോൺ അബ്രോഡ്. ഐ കുഡ് ഹാവ് ഗോൺ അബ്രോഡ്. എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നു. I could have gone abroad. I could have gone abroad. Next, I could have written the exam. I could have written the exam. I could have written the exam. She could have come here. 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 അതായത് എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നു, എനിക്ക് എക്സാം എഴുതാൻ കഴിയുമായിരുന്നു, അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു എന്നാണ് മീനിങ് വരാൻ. ഇതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് ചെയ്യാം. couldn't have plus V3. എനിക്ക് കഴിയുമായിരുന്നില്ല. I couldn't have gone abroad. എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നില്ല. I couldn't have written the exam. എനിക്ക് എക്സാം എഴുതാൻ കഴിയുമായിരുന്നില്ല. She couldn't have come here. അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നില്ല.
അപ്പൊ ഇതുപോലെയാണ് അത് ഫുഡിന് എന്ന് പറയുമ്പോൾ നെഗറ്റീവും കൂടുതൽ നമുക്ക് പോസിറ്റീവും ആണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് എക്സാമ്പിൾ എക്സ്പ്രഷൻസ് വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിലേക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 3 എക്സാമ്പിൾ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. മാക്സിമം ഒന്ന് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും these expressions. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ടെക്സ്റ്റ് ചെയ്യാം, പറയുന്നവർ പറയാം. ഓക്കെ, ആകെ 3 പേരെ ക്ലാസ്സിലുള്ളൂ. ഇന്ന് എത്ര എക്സ്പ്രഷൻ പറഞ്ഞു ക്ലാസ്സില്? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് വരുമോ സബീന ആൻഡ് നിഷ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. ശ്രമിക്കാമെന്നായോ ഇപ്പോ? പ്രിപ്പയർ ചെയ്യോ സബീന? എനിക്ക് റേഞ്ച് കിട്ടുന്നില്ല, ക്ലിയർ അല്ല. എപ്പോൾ ക്ലാസ് കേട്ട് നോക്കാം മിസ്സേ. ഓക്കെ ശ്രീകുട്ടി, സബീന പ്രിപ്പയർ ചെയ്യോ കൺവർസേഷൻ? ഓക്കെ ഓക്കെ ഓക്കെ, സബീന ഓക്കെയാണ്. നിഷ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഉറപ്പ് വേണം. ഓക്കെ, പ്രിപ്പയർ ചെയ്യണം കേട്ടോ, മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ടോ. ഓക്കെ, ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കാം. അഥവാ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക് പ്രസന്റ് ചെയ്യാനുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം. അഥവാ കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കുക, അത് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്യണം കേട്ടോ, അത് മസ്റ്റ് ആണ്, എന്തായാലും ചെയ്യണം. നെക്സ്റ്റ് വെനസ്ഡേ, ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, അപ്പോ ഈ എക്സ്പ്രഷൻ വെച്ചിട്ടൊന്ന് എക്സാമ്പിൾസ് എല്ലാവരും പറഞ്ഞേ. പറയൂ, സബീന പറയാണോ ടെക്സ്റ്റ് ചെയ്യാണോ? ഞാൻ പറയാം. പറയൂ. ഇന്ന് 14 എണ്ണമാണ് പഠിച്ചത്. പറഞ്ഞപ്പോ തന്നെ എക്സ്ട്രാ ഓരോന്ന് ഞാൻ എഴുതി പോയി, അതുകൊണ്ട് പറയാൻ പറ്റുന്നു. First one, may have. He may have worked there. Next, might have. They might have met him. അടുത്ത should have. They should have visited there. Next one, would you mind? Would you mind it? Would you mind sharing with her? Do you have the habit of having early dinner? Are you interested? Is he interested in engineering? Next, seems to have. He seems to have cooked for them. Next, should I come tomorrow? Should she write a story? Should he prepare the speech? Next, get. She has to get her parcel exchanged. Next, shall I spend some time with you? Can't have. They can't have gone there. Next, needn't have. He needn't have bought a new iPhone. Next, could have. They could have informed her. Couldn't have. She couldn't have written the story. Okay, good. Nisha, പറയുന്നുണ്ടോ?
ഇല്ല മാം, ഞാൻ ചെയ്തില്ലായിരുന്നു. എക്സാംസ് ഒക്കെ എഴുതി, പക്ഷെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഐ ആം ടയേർഡ് മാം. Okay, okay. Sure. Okay, expressions എല്ലാം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? യൂസ്ഫുൾ ആണോ? I think യൂസ്ഫുൾ ആണ് അല്ലെ? ടെൻസ് നോക്കി കഷ്ടപ്പെടണ്ട. സ്ട്രക്ചർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാം. പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാല് പറഞ്ഞ് നിങ്ങള് കണ്ടിന്യൂസ്ലി നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ് അത് ഡെയിലി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മറക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഫ്ലോയിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, മാക്സിമം അത് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് ചെയ്യാണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, ഉറപ്പാണ്. പ്രാക്ടീസ് ചെയ്യാൻ ആരില്ലെങ്കിലും നിങ്ങൾ നിങ്ങളോട് സ്വന്തമായിട്ട് ഇപ്പോ ഒരു സിനിമ കണ്ടു എന്ന് വിചാരിക്കുക, ഇംഗ്ലീഷ് മൂവീസ് കാണും, വീഡിയോസ് കാണും, അതിന് ഡയലോഗ് അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ എഴുതി വെച്ചിട്ട് നമുക്ക് അതേപോലെ തന്നെ പറയാൻ നോക്കാം. അതായത് ഒരു ഇമിറ്റേറ്റ് ചെയ്യാം. കാരണം ഇംഗ്ലീഷ് മൂവീസിലെ അവര് സംസാരിക്കുന്ന ടോൺ എല്ലാം വ്യത്യാസമാണ്. അപ്പൊ ആ ഒരു ടോൺ വെച്ചിട്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ സ്വയം സംസാരിച്ചു നോക്കാം. അത് കണ്ണാടിയിൽ നോക്കിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ സംസാരിക്കുക, ലൗഡ്ലി സംസാരിക്കുക. ഓക്കെ, ഏതൊരു ലാംഗ്വേജ് ഇമിറ്റേഷൻ ആണെന്ന് പറയും. കാരണം അവർ സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കും, അല്ലെ? അതിപ്പോ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് മലയാളം പഠിക്കുന്നുണ്ടെങ്കിലും അവര് പറയുന്ന മലയാളവും നമ്മൾ പറയുന്ന മലയാളവും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? അപ്പോഴും അവർ ചിന്തിക്കുന്നത് നമ്മുടെ രീതിയിൽ പറയണം എന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ. അത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് എന്നല്ല, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, അത് അവര് പറയുന്ന രീതിയിൽ പറയണമെങ്കിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം. അവര് പറയുന്ന പോലെ പറയണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അവരെ അത് ഫോക്കസ് ചെയ്ത് അവർ പറയുന്ന പോലെ പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്തിട്ട് വേണം അവർ ഫ്ലുവൻസി കിട്ടുന്നത്, അല്ലെ? ഇംഗ്ലീഷ് അങ്ങനെ തന്നെയാണ്, മാക്സിമം ഇമിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഡയലോഗ് എടുത്തിട്ട് അത് അവർ പറയുന്ന പോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താല് അത് ഒരു കുറച്ചു നേരം, ഒരു എന്തിനാണ് 10 times ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കണ്ടിന്യൂസ്ലി നമ്മൾ പറയും തോറും നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി രജിസ്റ്റർ ആകും. ഓക്കെ, പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വായിൽ വരും, പറയാനായിട്ട് വരും, കിട്ടും. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. റീഡിംഗ് എന്ന് പറഞ്ഞ ഹാബിറ്റ് ഒരു ഹാബിറ്റ് ആക്കി കൊണ്ടുപോകണം. ഓക്കെ, ഹോബി ആയിട്ടോ ഹാബിറ്റ് ആക്കിയോ മാറ്റാൻ നോക്കുക. റീഡിംഗ് എന്ന് പറയും, റീഡിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, അത് നമ്മളെ ഒരുപാട് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ്. ഓക്കെ, കാരണം പുതിയ പുതിയ വേർഡ്സ് കിട്ടും നമുക്ക്. ആ വേർഡ്സ് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നമുക്കത് ആ ഒരു വേർഡ്സ് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ ഡേ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ആ വേർഡ്സ് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്കത് ഓർക്കാൻ പറ്റില്ല, മറന്നുപോകും. എപ്പോഴും എടുത്ത് നോക്കണം. എല്ലാ ദിവസവും നമ്മൾ എഴുതി വെച്ച നോട്ട്സും എല്ലാം വായിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും 14 എക്സ്പ്രഷൻ ഞാൻ പഠിച്ചു, ഓക്കെ എനിക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാല് നാളെ നിങ്ങളത് മറന്നു. പക്ഷെ നാളെ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കി എല്ലാ എക്സ്പ്രഷനും ഡെയിലി പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഓർമ്മയിൽ വരണ്ടേ? ഓർമ്മയിൽ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ആ രീതിയിൽ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ ആണോ? പ്രാക്ടീസ് ചെയ്യാണ്ടൊന്നും നടക്കില്ല. ഹാർഡ് വർക്ക് ചെയ്യണം. മാക്സിമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ബേസിക് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാമർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയാം. ഒട്ടും അറിയാത്ത അവസ്ഥയിൽ നിന്ന് കുറച്ചെങ്കിലും അറിയാമെന്ന രീതിയിലേക്ക് മാറി. എല്ലാവരും ക്ലാസ്സില് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ക്ലാസ് കാണുന്നവരാണെങ്കിലും ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിലും ആ ഒരു മാറ്റം എന്തായാലും ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെ? ഒട്ടും അറിയാത്തത് നിങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ്, ഇപ്പോ എന്താണ് നിങ്ങളുടെ ലെവൽ, എന്താണ് വ്യത്യാസം ഉണ്ടോ? സബീനയ്ക്ക് വ്യത്യാസം ഉണ്ടോ? ഋഷിക്ക് വ്യത്യാസം ഉണ്ടോ? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നിങ്ങൾ വിചാരിച്ച ആ ഒരു ഫ്ലുവൻസി കിട്ടിയില്ലെങ്കിലും പക്ഷെ ബിഗിനിങ്ങിൽ നിങ്ങൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് നോളജ് അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്.
അപ്പൊ നിങ്ങൾ ഇത്രയും 6 മാസം നിങ്ങൾ ഫോളോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലോ ഇതിലും ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. അല്ലെ? നമ്മൾ വിചാരിക്കണം, എന്ത് കാര്യവും നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ, യാതൊരു രക്ഷയില്ല. ഹാർഡ് വർക്ക് ചെയ്യാം, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എന്തും നടക്കും. ഇതിനെക്കുറിച്ച് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന നമ്മൾ നന്നായിട്ട് ആത്മമായി ആഗ്രഹിക്കുന്നുണ്ടോ അത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക്. സോ താങ്ക് യു ആൾ. താങ്ക് യു മാം.